പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് മറ്റൊരു വേദഭാഗം ചിന്തിക്കാം. 1 യോഹന്നാൻ 5:14-15 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ള ധൈര്യം നമുക്ക് അവനോടുണ്ട്. നാം അപേക്ഷിക്കുന്നതൊക്കെയും അവൻ കേൾക്കുന്നു എന്നറിഞ്ഞാൽ നാം അവനോട് അപേക്ഷിച്ച അപേക്ഷകൾ ലഭിച്ചിരിക്കുന്നുവെന്നും അറിയുന്നു. സ്തോത്രം. ദൈവം പറയാ, കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ. എന്താ കർത്താവിൻ്റെ ഇഷ്ടം? സ്തോത്രം. നമ്മൾ മറ്റുള്ളവർക്ക് ഒരു പ്രയാസമായി തീരുന്ന ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കരുത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മളെ തന്നെ ആ പ്രാർത്ഥനാ വിഷയത്തെ നമ്മൾ തന്നെ കർത്താവ് എങ്ങനെ നോക്കിക്കാണുന്നു അതുപോലെ നമ്മളും ആ പ്രാർത്ഥനാ വിഷയത്തെ നോക്കി കാണണം. അപ്പൻ്റെ ഇഷ്ടം പോലെ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അപ്പൻ്റെ ഇഷ്ടം എന്താ? നമ്മൾ ആ പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവം എനിക്കായി ഒരുക്കുമെന്ന വിശ്വാസത്തോടെ ക്ഷമയോടെ കാത്തിരിക്കുവാനുള്ള മനസ്സ്. ഇതൊക്കെയാ പിതാവാം ദൈവം നമ്മളിൽ കാണുന്ന, നമ്മളിൽ നോക്കുന്നത്. സ്തോത്രം. ദൈവം എത്ര വൈകിയാലും നമുക്ക് വേണ്ടി അത് ചെയ്യുമെന്നൊരു ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ വേണം. സ്തോത്രം. ദൈവം ചെയ്യുമ്പോൾ അത് ഏറ്റവും ഭംഗിയായി ചെയ്യും. അത് ഓരോന്നും അതതിൻ്റെ സമയത്ത് ശരിയായ രീതിയിൽ ദൈവം നമുക്കായി ചെയ്യും. ആ ഒരു ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ വച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് മറുപടി ലഭിക്കുക തന്നെ ചെയ്യും. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു നല്ല പിതാവാണ് നമുക്കുള്ളത്, അല്ലേ? സ്തോത്രം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.